ഒരു പാട്ടിനെ പേടിക്കുന്ന അത്ര ദുർബലമായ ഒരു പാർട്ടിയായി കേരളത്തിലെ CPM പാർട്ടി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാരഡി പാട്ടും ഒക്കെ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുണ്ട്. ആ പാട്ടുകൾക്കെതിരെ ആരെങ്കിലും പരാതിയായിട്ട് പോയിട്ടുണ്ടോ? അപ്പോൾ ഈ പാട്ട് സമാനമായ ലീഡർ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നാദിർ ഷായും കലാഭവൻ മണിയും ഇത് ഈണത്തിൽ പാരഡി പാട്ട് പാടിയത് ഞാൻ പല മാധ്യമങ്ങളിൽ കൂടിയും കാണാനിടയായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പാട്ടും പാരഡി പാട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. ഇന്നലെ വരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക, എന്നിട്ട് ഒരു പാട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് പോലീസിലോട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥ അത് അങ്ങേയറ്റം ദയനീയമാണ്, സഹതാപം അർഹിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ ഞാനന്ന് പറഞ്ഞായിരുന്നു, ഇത് എഴുതിയ ആളെ അറിയില്ല. അപ്പം നിങ്ങൾ മാധ്യമങ്ങളാണ് എഴുതിയത്, ഒരു കുഞ്ഞബ്ദുള്ളയാണ്, അദ്ദേഹം ഖത്തറിലുള്ള പ്രവാസിയാണ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കൊടുത്തു. പാടിയത് മലപ്പുറത്തുള്ള ഒരു ഡാനിഷാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കൊടുത്തു, അദ്ദേഹത്തെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു. ഇപ്പോൾ ഇവര് CPM-കാർ നടത്തുന്ന ഹേറ്റ് ക്യാമ്പയിൻ, ഈ കുഞ്ഞബ്ദുള്ളക്കെതിരെ അടക്കം നടത്തുന്ന ഈ ഹേറ്റ് ക്യാമ്പയിൻ, ഇത് എവിടേക്കാണ് കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത്? എന്താണ് ഇവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഇവർ പരാജയപ്പെട്ടതിന് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു കാരണം തന്നെയാണ്. അതിന്റെ കാരണം എന്താണ്? ആ കൊള്ളക്കാരെ ഇപ്പോഴും പാർട്ടിക്കെതിരെ നടപടിയെടുക്കാതെ, പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ലല്ലോ, ഇവിടെ ആശാ വർക്കർമാരുടെ സമരമുണ്ടായി, അവരെ പരിഹസിച്ചു, അവരെ അധിക്ഷേപിച്ചു, അവരെ പാട്ടപെറുക്കികളെന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടായിരുന്നല്ലോ. ഈ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയ ജനങ്ങൾ ഈ കേരളത്തിലെ പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അമ്മമാരെ പാട്ടപെറുക്കികളെന്ന് ആക്ഷേപിച്ചു, അവരുടെ സമരത്തെ അവഗണിച്ചു. ഇവിടെ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, അവരുടെ സമരങ്ങളുണ്ടായി, അവരെ നിങ്ങൾ അവഗണിച്ചു. തീരദേശ മേഖലയിൽ ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, അവരെ നിങ്ങൾ പരിഹസിച്ചു, അവരെ നിങ്ങൾ തീരദേശത്തെ ആളുകളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തി. കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അവഗണിച്ചു. വിലക്കയറ്റമുണ്ടായി, നിങ്ങളൊന്നും ചെയ്തില്ല. തൊഴിലില്ലായ്മ രൂക്ഷമായി, നിങ്ങളൊന്നും ചെയ്തില്ല. അഴിമതി പല രൂപത്തിൽ വന്നു, നിങ്ങൾ ആ അഴിമതിക്കാരെ എല്ലാം സംരക്ഷിച്ചു. ഇതെല്ലാം നിങ്ങൾക്കെതിരായി വന്നു. ജനങ്ങൾ ഗംഭീരമായ തിരിച്ചടി നൽകി. അപ്പൊ ആ തിരിച്ചടിയിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് തിരുത്തി വിനയാന്വിതരാകുന്നതിന് പകരം ഈ പാട്ട് എഴുതിയ കുഞ്ഞബ്ദുള്ളക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ മാസം രണ്ടാമത് വോട്ട് ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ മാസം ഒരിക്കൽ കൂടെ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇതും കൂടെ ചേർത്ത് അവരുടെ പ്രതികരണം രേഖപ്പെടുത്തിയത്.